സന്തോഷവും സംഗീതവും ആഘോഷവും കൊണ്ട് പൊതിഞ്ഞ ഒരു ദിവസമായിരുന്നു അത്. കുടുംബങ്ങൾ ഒത്തുചേരുന്ന, പഴയ സുഹൃത്തുക്കൾ വീണ്ടും ഒന്നിക്കുന്ന, ചിരി പോലെ സന്തോഷത്തിന്റെ കണ്ണുനീർ സ്വതന്ത്രമായി ഒഴുകുന്ന ഒരു ദിവസം. അർജുന്റെ വിവാഹം ഒരു ചടങ്ങിനേക്കാൾ കൂടുതലായിരുന്നു. അത് ഒരു പരിസമാപ്തിയായിരുന്നു, സമയവും പരിശ്രമവും കൊണ്ട് തുന്നിച്ചേർത്ത പ്രണയത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സ്വപ്നങ്ങളുടെയും. എന്നിട്ടും ആ അലങ്കരിച്ച ഹാളിലെ ഒരാൾക്ക് ഭൂതകാലം തിരിച്ചുവരാൻ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തു. നിശബ്ദമായി, അപ്രതീക്ഷിതമായി, പൂർണ്ണമായും. രവി എപ്പോഴും ഒരു സംയമനം പാലിച്ച മനുഷ്യനായിരുന്നു. നിയമങ്ങളും ദിനചര്യകളും ആചാരങ്ങളും പാലിച്ചു ജീവിച്ച ഒരു സർക്കാർ ഗുമസ്തൻ. അവന്റെ നിശബ്ദതകൾ എപ്പോഴും മനസ്സിലായില്ലെങ്കിലും ആളുകൾ അവന്റെ അച്ചടക്കത്തെ പ്രശംസിച്ചു. അവൻ കഥകൾ ഇഷ്ടപ്പെടുന്നവനായിരുന്നില്ല, തീർച്ചയായും ആശ്ചര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവനായിരുന്നില്ല. അവന്റെ ജീവിതം നേർരേഖയിൽ നീങ്ങി. ഇന്നുവരെ ഭാര്യ മീന പതിവ് ഭംഗിയോടെ തിരക്കിലായിരുന്നു, ബന്ധുക്കളെ കൈകാര്യം ചെയ്തു, ഭക്ഷണം ശരിയാണെന്ന് ഉറപ്പുവരുത്തി, ആരും അവഗണിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. ആചാരങ്ങൾ ആരംഭിക്കുമ്പോൾ അവരുടെ മകൻ അർജുൻ അഭിമാനത്തോടെ മണ്ഡപത്തിൽ നിന്നു. അദ്ദേഹത്തിന്റെ വധു നന്ദിത തിളക്കമാർന്നവളായിരുന്നു, ആത്മവിശ്വാസവും ബുദ്ധിമാനും. അവർ പ്രതീക്ഷിച്ചതെല്ലാം. രവി പുഞ്ചിരിച്ചു. വിശാലമായിരുന്നില്ല, പക്ഷേ മതി. സംതൃപ്തി തോന്നാൻ മാത്രം. അഭിമാനം. അവന്റെ കണ്ണുകൾ ആൾക്കൂട്ടത്തിൽ ആരെയെങ്കിലും കണ്ടെത്തുന്നതുവരെ. ഒരു സ്ത്രീ, നീലസാരിയിൽ, നരച്ച വരകളുള്ള മുടി, നെഞ്ചിൽ ഒരു ചെറിയ ക്ലച്ച് പിടിച്ചു. അവൾ പുഞ്ചിരിക്കുകയായിരുന്നില്ല, വെറുതെ നിന്നു. നോക്കി. ആ നിമിഷം സമയം തുറന്നു. രാജി എന്നായിരുന്നു അവളുടെ പേര്. മുറിയിലുണ്ടായിരുന്ന മറ്റെല്ലാവർക്കും അവൾ വധുവിന്റെ അമ്മ മാത്രമായിരുന്നു. മര്യാദയുള്ളവളും സുന്ദരിയും അകന്നു നിൽക്കുന്നവളും. എന്നാൽ രവിക്ക് അവൾ മറ്റൊന്നായിരുന്നു. മറ്റൊരാൾ. പതിറ്റാണ്ടുകളായി അവർ സംസാരിച്ചിട്ടില്ല. മറ്റൊരു ജീവിതത്തിൽ. രവി മീനയെ വിവാഹം കഴിക്കുന്നതിനു മുമ്പ്, അർജുൻ ജനിക്കുന്നതിനു മുമ്പ് രാജി ഉണ്ടായിരുന്നു. അതൊരു ചുഴലിക്കാറ്റ് പ്രണയമായിരുന്നില്ല, അത് നിശബ്ദമായിരുന്നു. ആഴമേറിയത്. കോളേജ് ക്ലാസുകൾക്കും ബസ് യാത്രകൾക്കുമിടയിലുള്ള മോഷ്ടിച്ച മണിക്കൂറുകളിൽ, മന്ത്രിക്കലുകളിലും നോട്ടങ്ങളിലും രൂപപ്പെട്ടു. പ്രണയത്തിന് മാത്രമേ ലോകത്തെ മാറ്റാൻ കഴിയൂ എന്ന് ഇരുവരും വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത്. പക്ഷേ ലോകത്തിന് എല്ലായ്പ്പോഴും എന്നപോലെ മറ്റ് പദ്ധതികളുണ്ടായിരുന്നു. രവി ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്നാണ് വന്നത്. രാജി അതിലും കർക്കശമായ ഒരു കുടുംബത്തിൽ നിന്നാണ്. അവരുടെ ബന്ധം വെളിപ്പെട്ടു. വാദപ്രതിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അതിരുകൾ വരച്ചു. രവിയുടെ കുടുംബം അദ്ദേഹത്തിന് ഒരു അന്ത്യശാസനം നൽകി. പോരാടാൻ അയാൾക്ക് ശക്തിയില്ലായിരുന്നു. അവൻ പോയി. അവളെ സ്നേഹിക്കുന്നത് നിർത്തിയതുകൊണ്ടല്ല, പക്ഷേ അവരെ വിടാത്ത ഒരു ലോകത്ത് അവളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അവനറിയാത്തതുകൊണ്ടാണ്. രാജി ഒരിക്കലും യാചിച്ചില്ല. അവൾ പറഞ്ഞു, ഒരു ദിവസം എന്തായിരുന്നിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും. അവൻ അങ്ങനെ ചെയ്തു. പലപ്പോഴും. പക്ഷേ ജീവിതം ചലിച്ചുകൊണ്ടിരുന്നു. വിവാഹം, ജോലി, കുട്ടി, സ്ഥിര. ഇതുവരെ, ഇന്നുവരെ. വിവാഹ ചടങ്ങുകൾ പൂർത്തീകരണത്തിലേക്ക് നീങ്ങിയപ്പോൾ രവി കുറച്ച് നിമിഷത്തേക്ക് മാറിനിന്നു. അവൻ വായു, അല്ലെങ്കിൽ ദൂരം, അല്ലെങ്കിൽ ധൈര്യം എന്നിവ ആവശ്യമായിരുന്നു. ഡൈനിംഗ് ഏരിയയ്ക്ക് സമീപം അയാൾക്ക് ഒരു ശാന്തമായ ഇടനാഴി ലഭിച്ചു. വിധി എഴുതിയതുപോലെ രാജിയും അവിടെ ഉണ്ടായിരുന്നു. അവർ ഒന്നും മിണ്ടാതെ കുറച്ച് അടി അകലെ നിന്നു. നിശബ്ദത അസഹ്യമായിരുന്നില്ല, അത് നിറഞ്ഞിരുന്നു, വർഷങ്ങളോളം പറയാത്ത വാക്കുകൾ കൊണ്ട്. അവൾ ആദ്യം അത് തകർത്തു. നീ എന്നെ കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. രവി തലയാട്ടി. അവൾ നിങ്ങളുടെ മകളാണോ? അതെ, അവൾ പറഞ്ഞു. പക്ഷേ നീ ചിന്തിക്കുന്ന രീതിയിൽ അല്ല. രവി ആശയക്കുഴപ്പത്തോടെ അവളെ നോക്കി. അവന്റെ കണ്ണുകളിൽ ഭയം അവൾ കണ്ടു. പെട്ടെന്ന് എല്ലാം സംശയിക്കുന്ന ഒരു പിതാവിന്റെ അനിശ്ചിതത്വം. രാജി മൃദുവായി പുഞ്ചിരിച്ചു. കൈപ്പോടെയല്ല, മറിച്ച് മനസ്സിലാക്കിക്കൊണ്ട്. അവൾ വിശദീകരിച്ചു. അവർ വേർപിരിഞ്ഞതിനുശേഷം അവളുടെ മാതാപിതാക്കൾ പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നടത്തി. അവൾ വിവാഹം കഴിച്ച പുരുഷൻ ദയുള്ളവനായിരുന്നു, ക്ഷമയുള്ളവനായിരുന്നു. അയാൾക്ക് അവളുടെ ഭൂതകാലത്തെക്കുറിച്ച് അറിയാമായിരുന്നു, കൂടാതെ അത് ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു. ഒരു അപൂർവ പുരുഷൻ. നന്ദിത 2 വർഷത്തിനു ശേഷം ജനിച്ചു. രവി ശ്രദ്ധയോടെ കേട്ടു. ശ്വാസം മുട്ടി. അവൾ നിങ്ങളുടേതല്ല, രവി. രക്തബന്ധമുള്ളവനല്ല, പക്ഷേ അവൾ എന്റേതാണ്. ഇപ്പോൾ അവൾ നിങ്ങളുടെ മരുമകളാണ്. ആശ്വാസം, കുറ്റബോധം, വികാരം, എല്ലാം പെട്ടെന്ന് വന്നു. ഒരു അപവാദം ഒഴിവാക്കിയതുകൊണ്ടല്ല, മറിച്ച് തന്റെ ഭൂതകാലവും വർത്തമാനവും പരസ്പരം എത്രത്തോളം ഇഴചേർന്നിരിക്കുന്നുവെന്ന് രവി മനസ്സിലാക്കിയതുകൊണ്ടാണ്. മുന്നറിയിപ്പില്ലാതെ അവർ കൂടുതൽ സംസാരിച്ചു. ജീവിതം അവരെ എവിടേക്ക് കൊണ്ടുപോയി എന്നതിനെക്കുറിച്ച്. പഴയ തിരഞ്ഞെടുപ്പുകളുമായി ജീവിക്കാൻ അവർ എങ്ങനെ പഠിച്ചു. മറ്റുള്ളവരോടും അവരോടും അവർ എങ്ങനെ ക്ഷമിച്ചു. എന്നിട്ട് അവൻ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യം അവൾ പറഞ്ഞു. നമ്മൾ ഒരിക്കലും നിലനിൽക്കാൻ വിധിക്കപ്പെട്ടവരല്ല, രവി. പക്ഷേ ഒരുപക്ഷേ നമ്മുടെ കുട്ടികൾ അങ്ങനെയായിരിക്കാം. ആ രാത്രിയിൽ അതിഥികൾ നൃത്തം ചെയ്യുകയും ഹാളിൽ സംഗീതം പ്രതിധ്വനിക്കുകയും ചെയ്തപ്പോൾ രവി നിശബ്ദമായി വേദിക്ക് സമീപം നിന്നു. അയാൾ അർജുനെയും നന്ദിതയെയും നോക്കി. ചിരിച്ചും പുഞ്ചിരിച്ചും പുതിയ ജീവിതം ആരംഭിച്ചു. അയാൾക്ക് വേദന തോന്നിയില്ല, അയാൾക്ക് സമാധാനം തോന്നി. ഒരുപക്ഷേ ഒരുതരം അടച്ചുപൂട്ടൽ പോലെ.
ചിലപ്പോൾ ഭൂതകാലം നമ്മെ വേട്ടയാടാൻ തിരിച്ചുവരില്ല, ചിലപ്പോൾ അത് കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാകുമ്പോൾ സത്യസന്ധതയോടെയും കൃപയോടെയും നാം അതിനെ അംഗീകരിക്കുമ്പോൾ അത് നമ്മുടെ ശത്രുവല്ലെന്ന് നമുക്ക് മനസ്സിലാകും. അത് നമ്മുടെ കഥയുടെ മറ്റൊരു ഭാഗം മാത്രമാണ്. ഇന്നത്തെ നമ്മുടെ വ്യക്തിയെ നിശബ്ദമായി രൂപപ്പെടുത്തുന്ന ഒന്ന്. കാരണം അവസാനം അത് ഭൂതകാലത്തെ കുഴിച്ചുമൂടുന്നതിനെക്കുറിച്ചല്ല, അത് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. ഭയമില്ലാതെ അത് നമ്മുടെ അരികിലൂടെ നടക്കാൻ അനുവദിക്കുക എന്നതാണ്. അങ്ങനെ ആരെങ്കിലും ഒരു ദിവസം രവിയോട് തന്റെ മകന്റെ വിവാഹസമയത്ത് എന്താണ് അനുഭവപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേക്കാം, എല്ലാം. എനിക്ക് എല്ലാം അനുഭവപ്പെട്ടു.